കൊള്ളാം കൊള്ളാം, പരിപാടി ഇഷ്ടപ്പെട്ട്. ശരി, അപ്പൊ ചെറിയ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് പാറു മെയിൻ തുടങ്ങും. 1 2 3 4 5 6 7 8 കമാൻ. എടി ചെടി കൈനേ. തുടങ്ങിയോ? 1 2 3. വാ വരട്ടെ. മതി ചേട്ടാ. നീ അല്ലേ രാവിലെ നിനക്ക് എക്സസൈസ് ചെയ്യണമെന്ന് വന്നേ? അളെ നമ്മളെ പശുത്വത്തിനാ വന്നിക്കണേ. കുഴപ്പമില്ല, കൊള്ളാല്ലേ നമ്മളെ എവളല്ലേ ഇത്? രമണി നിനക്ക് എങ്ങനെ അറിയാം? നമ്മുടെ വീടിന്റെ അവിടെ ഇടക്കിടക്ക് പറഞ്ഞാണ്. ആണോ? പേരൊക്കെ അറിയാം. പിന്നെ അറിയാതെ നീ ചെടിയെ കൊണ്ട് ഇത് കള്ളപ്പണിയാണ്. എവളെ കള്ളപ്പണിയാണ്. ചെയ്യാൻ നോക്കുമ്പോ ഇത് ഭയങ്കര പാട്. ഇതെങ്കിലും ചെയ് അളയാ. പണ്ടത്തെ പോലെ ആ ഒരു സാധനം അങ്ങോട്ട് വരണില്ല, പെട്ടെന്ന് തളർന്നു പോണു. അത് എനിക്ക് ഉണ്ടടാ. നമ്മളിപ്പോ തുടങ്ങിട്ട് ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ. പയ്യെ സെറ്റ് ആവടാ. പിന്നെ ഈ കള്ളപ്പണി പരിപാടി നടക്കൂലേ? ഇന്ന് 6:45 എണീറ്റത്. നാളെ മുതല് 6 മണി 7:30 വരെ 1.5 മണിക്കൂർ എക്സസൈസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 5 മണിക്ക് എണ്ണിക്കണ്ടേ? അതൊന്നും പറ്റത്തില്ല. ഈ ഇപ്പൊ എണ്ണിച്ച പോലെ തന്നെ എണ്ണിച്ചാൽ. അവക്ക് നേരത്തെ എണീക്കാനുള്ള മടി. എനിക്ക് എണീക്കാൻ മടിയൊന്നുമില്ല. ഓ തന്നെ സമ്മതിച്ച് നിനക്ക് എണീക്കാൻ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലേ? അതുണ്ട്. അതിങ്ങനെ ഇതെങ്കിലും അറിയാ സാറിന്റെ അമ്മയിൽ ചേച്ചി പറഞ്ഞു എക്സസൈസ് ചെയ്യാനുള്ള വരാതി. എന്നെ നോക്കിയുള്ള വരവാ. അവള് സ്കൂളിൽ വിടന്നുള്ള വല്ല ചിന്ത നിനക്കണ്ട. അതിന് ഞായറാഴ്ച എവിടെ സ്കൂള്? ഇന്ന് ഞായറാഴ്ച അല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച കൊച്ചിനെ അടിക്കല്ലേ. മിണ്ടരുത്. മര്യാദക്ക് ഇവിടെ വന്നോ. വടിയൊന്നും കളയാൻ പറ്റില്ല. മര്യാദക്ക് അവളെ വിളിച്ച് ഇവിടെ വരുത്തിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടും. എടാ, ഇത് അവള് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒക്കെ കൂടെ കൂടിയതാണ്. ഉടായിപ്പ്. സ്കൂളിൽ പോണോന്ന് അറിഞ്ഞൂടെ? നീ ഇങ്ങോട്ട് വന്നേ. എന്തിനായിട്ട് സ്കൂളിൽ പോന്നേ? കേട്ടാ പറടാ കേട്ടാ. ഇവിടെ വാ. സ്കൂളിൽ പോടി. ചാച്ചി പിടിച്ചോ. ചേച്ചി അടിക്കരുത്. സ്കൂളിൽ പോവാതിരിക്കാനുള്ള അടവൊന്നും അല്ല. ഞാൻ സ്കൂളിൽ പോണെന്ന് പറഞ്ഞാ ഇവരാ പറഞ്ഞ എക്സസൈസ് ചെയ്തിട്ട് സ്കൂളിൽ പോയാൽ മതി. സമയം എത്രയായിന്ന് വല്ല ചിന്തയുണ്ടാ? 8 മണി ആവാറായി. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളു. പല്ല് പോലും തേച്ചിട്ടില്ല. തേച്ചാ നീ പല്ല് തേച്ചാ? നീ തേച്ചാ? പോയിട്ട് ഉറക്കത്തിന്ന് എണീറ്റ് മുടിയും കെട്ടി പൊട്ടും തൊട്ട് കണ്ണെഴുതി വന്നേക്കാ. സ്കൂളിലൊന്നും പോകണ്ട. ബാ കൊച്ചെനിക്ക് പോയിട്ട് കുറെ പണിയുണ്ട് അവിടെ. ചേച്ചിക്ക് എന്ത് പണി? എടാ, എനിക്ക് ഇവിടെ വിട്ടിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. സ്കൂളിൽ പോകാൻ നോക്ക്. അത് മാത്രമല്ല, ഇന്നലെ എന്നെ കൊണ്ട് ക്രയോൺസ് സ്കെച്ച് ഒക്കെ മേടിപ്പിച്ചതാണല്ലോ. ഇന്ന് എന്റെ സ്കൂളില് ഡ്രോയിങ് കോമ്പറ്റീഷനാ. ഞാൻ അതൊക്കെ മറന്നുപോയി. നടക്കങ്ങോട്ട്. പല്ലും തേക്കൂല, കുളിക്കത്തുമില്ല. അങ്ങോട്ട്. ചേച്ചി, എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് ചേച്ചിയെ പോലെ നിന്റെ ഫ്രണ്ട്സിന് എന്നെ അറിയാൻ പറ്റില്ല. അവിടെ നിങ്ങൾ തന്നെയല്ലേ? ചേച്ചി രാവിലെ ഫയറിലാണല്ലോ. ഇതിനാണെന്ന് പച്ചക്കറി മേളേ കൊറേ ഉണ്ടല്ലോ. അളിയാ, ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് വർക്കൗട്ടൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് കറക്റ്റ് പച്ചക്കറി വേവിച്ച് കഴിക്കുമായിരുന്നു. ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അതുപോലെ 1 കപ്പ് ചോറ്, പിന്നെ മീൻ മാക്സിമം കഴിക്കും, പിന്നെ മീറ്റ് ആഴ്ചയിൽ 1 ദിവസം. അതായിരുന്നു എന്റെ റുട്ടീൻ. അങ്ങനാണെങ്കിൽ അതിന്റെ ഡയറ്റിംഗ് പ്ലാൻ നമ്മൾ പിന്നെയും തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എന്തായാലും നമ്മൾ എക്സസൈസ് ഒക്കെ തുടങ്ങിയിട്ട് 1 ആഴ്ച ആയല്ലേ. കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ. ഓടുന്നുണ്ടാന്ന് തോന്നലയാ. കാലിനൊക്കെ നല്ല ഉറപ്പും. അതുപോലെ നമ്മൾ അപ്പർ ബോഡി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ കറക്റ്റ് മസിൽ തിരിഞ്ഞ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ ചെസ്റ്റിനാണെങ്കിൽ ചെസ്റ്റിന് കറക്റ്റ്, ഷോൾഡറിനാണെങ്കിൽ ഷോൾഡർ, ലെഗ്സിനാണ് ലെഗ്സിന്,
പിന്നെ ആപ്സ്. നിന്റെ ബോഡി മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. നല്ലൊരു മേക്ക് ഓവർ നിനക്ക് ആവശ്യമാണ്. അതുപോലെ ലച്ചസേ, എന്റെ ഒരു പഴയ കഥ അറിയാമോ? 2020 തോന്നുന്നു. ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു വർഷം വർക്കൗട്ടിന് പോയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിമ്മിൽ ഞാൻ പെടച്ച് കിടന്ന് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ കണ്ണാടി നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, കറക്റ്റ് 6 പാക്ക് ഇങ്ങനെ കറക്റ്റ് വയറിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക മിററില്. ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു വർഷം കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട്. അപ്പോഴാണ് കണ്ണാടി നോക്കണം. അപ്പൊ കണ്ണാടി ഇങ്ങനെ നോക്കുക. അപ്പൊ ട്രെയിനർ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങുന്നില്ല? കോമ്പറ്റീഷന് ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കപ്പ് തൂക്കത്തില്ലടാ. അതെ, ചായ കപ്പും തൂക്കും. എന്റെ പൊന്നു സിദ്ധു, നിനക്ക് ഏത് കാലത്താണ് 6 പാക്കും ഈ പറഞ്ഞ മസിൽസ് ഒക്കെ വന്നേക്കുന്നത്? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിളിക്കുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ലച്ചു ഞാൻ മന്തി കഴിക്കാൻ പോവാ, അല്ലെങ്കിൽ അവിടെ പോവാ, ഇവിടെ പോവാ, ഫുൾ ഫുഡ് അടിയായിരുന്നു. കേശവേ, നീ എത്ര മിനിറ്റ് ഇങ്ങനെ നിക്കോടാ? ഒരു 1-2 മിനിറ്റ്. അത്ര ഉള്ള? ഞാനൊരു 15 മിനിറ്റ് വരെയൊക്കെ പിടിക്കും. 15 മിനിറ്റ് വരെ. ഒരു 5 വരുന്നില്ലേ? ഇപ്പോഴല്ല, പണ്ട് വർക്കൗട്ട് ചെയ്തോണ്ടിരുന്നപ്പോ. എനിക്ക് നിങ്ങളോട് എക്സസൈസ് ചെയ്യാൻ ജോയിൻ ചെയ്യണം. കുറെ നാളായി മേലൊക്കെ ഒന്ന് അനങ്ങി. நம்ம கௌரி இருக்கால, ரொம்ப சூப்பர் தான். அவளுக்கு கராட்டே தெரியும், களரி தெரியும், நல்லா ஃபைட் கூட செய்வா. ആരായിരുന്നു അമ്മായിയുടെ ട്രെയിനർ? അതെന്റെ ഒരു ഫ്രണ്ട് ചേട്ടൻ. ചേട്ടനാണ്. ഈ ചേട്ടൻ നാഷണലോ അതോ ഇന്റർനാഷണലോ? അങ്ങനെയൊന്നുമില്ല സിദ്ധുവേ, കായംകുളത്തൊരു കുഞ്ഞു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോക്കൽ സെറ്റപ്പ് അല്ലേ? ലച്ചുസേ, എന്റെ ട്രെയിനർ ഉണ്ടല്ലോ യൂറോപ്പില്, അവിടെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആളായിരുന്നു. അതായത് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ആള്. എന്തായാലും എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് നല്ലതാ, എന്നാലേ രക്തോട്ടം ഉണ്ടാവത്തുള്ളൂ. അമ്മൂമ്മ, ഇപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞു സ്ഥിതിക്കും നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ പോലെ എക്സസൈസ് തുടങ്ങിക്കളെ. എന്താണ്? യെസ്. ഓ, ഞാനില്ല. ഈ പരിപാടി എത്ര തവണ ഇവിടെ തുടങ്ങിയതാണ്. എന്നിട്ട് ആദ്യത്തെ ഒരു 5-6 ദിവസം ഈ ശുഷ്കാന്തി കാണും, പിന്നെ ഓരോരുത്തരും ഓരോ സൈഡാവും. ഞാൻ പറയല്ലേ ലച്ചേച്ചി, വായിച്ചൊരു മിണ്ടായി. யார் இருந்தாலும் சரி, இருக்கலைனாலும் சரி, எனக்கு எக்ஸசைஸ் செய்யணும். நான் இருப்பேன் எக்ஸசைஸ்க்கு. சிது, நீ எல்லாமே சொல்லி கொடுக்கணும். എന്നാ പിന്നെ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എനിക്കും എക്സർസൈസ് ചെയ്യണം. അമ്മൂമ്മ എവിടെ വരാൻ പോണെന്ന്? എക്സർസൈസും നിങ്ങളുടെ കൂടെ. നാരായണ നാരായണ.